കട്ടപ്പന നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, വിവിധ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ നടന്നു. കട്ടപ്പന നഗരസഭയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത് മുതിർന്ന അംഗം ജോയി വെട്ടിക്കുഴിയായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ അതുൽ എസ് ഗോപിനാഥ് വരണാധികാരിയായിരുന്നു. രാവിലെ 10 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിച്ചു. കട്ടപ്പന നഗരസഭയിലെ ചടങ്ങുകൾ ടൗൺ ഹാളിലാണ് നടത്തിയത്. 35 വാർഡുകളിലെയും അംഗങ്ങളും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ എത്തിയിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ അതുൽ എസ് ഗോപിയായിരുന്നു വരണാധികാരി. കട്ടപ്പന നഗരസഭയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത് മുതിർന്ന അംഗം ജോയി വെട്ടിക്കുഴിയായിരുന്നു. കട്ടപ്പന മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർണ്ണമെന്നും തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. UDF-ന് 20-ഉം LDF-ന് 13-ഉം BJP-ക്ക് 2 അംഗങ്ങളാണ് കട്ടപ്പന നഗരസഭയിലുള്ളത്. ചടങ്ങുകൾക്ക് ശേഷം ആദ്യ നഗരസഭാ കൗൺസിലും ചേർന്നു. ചെയർമാൻ തെരഞ്ഞെടുപ്പ് 26-ാം തീയതി നടക്കും. കഴിഞ്ഞ കാലത്ത് ആരംഭിച്ചു വച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതും അതോടൊപ്പം തന്നെ ഇനി നമുക്ക് നമ്മുടെ നാടിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ താലൂക്ക് ആശുപത്രിക്ക് കുറച്ച് സ്ഥലമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ താലൂക്ക് ആശുപത്രിയെ ഒരു ജനറൽ ആശുപത്രിയാക്കി ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ശ്രമങ്ങൾ തീർച്ചയായിട്ടും തുടരുന്നതാണ്. നമ്മുടെ പേടിങ്കവലയിൽ ഇപ്പോൾ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഷെൽട്ടർ ഹോമിൻ്റെ പണി അത് ഏറ്റവും വേഗം നമ്മൾ അത് പൂർത്തീകരിക്കും. തീർച്ചയായിട്ടും 2015-ൽ നമ്മളിവിടെ ഭരണസമിതിയിലുണ്ടായിരുന്നു. അന്നു മുതൽ പല വികസന കാഴ്ചപ്പാടുകളും നമ്മൾ ഭരണസമിതിയെ അറിയിച്ചിട്ടുള്ളതാണ്. എന്തോ നിർഭാഗ്യവശാൽ പലതും നടക്കാതെ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള ഈ വരുന്ന വർഷങ്ങളിലും കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. മുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിൽ കട്ടപ്പനയിലെ ജനങ്ങൾ നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന കാര്യങ്ങളിൽ കേരളത്തിലെ മറ്റ് നഗരസഭകളുമായി പുറകിലാണ്. തീർച്ചയായും പ്രതിപക്ഷം എന്ന നിലയിൽ കട്ടപ്പന നഗരസഭയിലെ താലൂക്ക് ആശുപത്രിയുടെ വികസനം, അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുടെ വികസനം. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. ഡെപ്യൂട്ടി കളക്ടർ മിനി കെ തോമസ് ആയിരുന്നു വരണാധികാരി. ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത് മുതിർന്ന അംഗം 9-ാം വാർഡ് ചക്കുവള്ളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അപ്പുക്കുട്ടൻ പുല്ലനാട്ടായിരുന്നു. ഇതോടൊപ്പം കാഞ്ചിയാർ, ഇരട്ടയാർ പഞ്ചായത്തുകളിലെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. കാഞ്ചിയാർ പഞ്ചായത്തിൽ മുതിർന്ന അംഗം തങ്കമണി സുരേന്ദ്രനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത്. തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റംഗങ്ങളും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. സിറ്റി വിഷൻ, കട്ടപ്പന.